പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 32-ാം ദിനം 1871 ചിക്കാഗോ നഗരത്തിലുണ്ടായ ഒരു വൻ അഗ്നിബാധയിൽ നഗരഹൃദയം മുഴുവൻ കത്തിച്ചാമ്പലായി തീർന്നു. 3 ദിവസത്തോളം വേണ്ടി വന്നു ആളിക്കത്തിയ തീ നിയന്ത്രണ വിധേയമാക്കുവാൻ. ഈ ഭീകര ദുരന്തത്തിൻ്റെ ഉത്ഭവം തേടി അലഞ്ഞപ്പോൾ രസകരമായ ഒരു കണ്ടെത്തലിനിടയായി. അയർലൻഡിൽ നിന്നും കുടിയേറിയ ലാറി എന്ന സ്ത്രീയുടെ പശുവാണത്രേ ഈ തീപിടുത്തത്തിൻ്റെ കാരണക്കാരി. ഒരു വൈക്കോൽ തുറുവിനടുത്തായിരുന്നു പശുവിനെ കെട്ടിയിരുന്നത്. അതിൻ്റെ സമീപത്ത് വച്ചിരുന്ന കത്തിച്ച വിളക്ക് പശുവിൻ്റെ കാല് തട്ടി മറിഞ്ഞു. അതിൽ നിന്നും പടർന്ന തീ വൈക്കോൽ തുറുവിലേക്ക് ആളിപ്പടർന്നു. പിന്നീടത് സമീപത്തുള്ള ഭവനങ്ങളെയും കെട്ടിടങ്ങളെയും ദഹിപ്പിച്ചുകൊണ്ട് മുന്നേറി. പാവം പശു, അത് വല്ല ഈച്ചയെയോ പ്രാണിയെയോ ആട്ടി ഓടിക്കാനാകും കാല് കുടഞ്ഞത്. എങ്കിലും നഗരത്തെ മുഴുവൻ നശിപ്പിച്ച തീപിടുത്തത്തിൻ്റെ ഉത്തരവാദി എന്ന പേരുദോഷം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ പശു ചുമന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പശുവിൻ്റെ കാലിനടുത്ത് ശ്രദ്ധയില്ലാതെ വിളക്ക് കത്തിച്ചു വെച്ച വ്യക്തിയല്ലേ യഥാർത്ഥത്തിൽ തീപിടുത്തത്തിന് ഉത്തരവാദി? നമ്മുടെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഇതിന് സമാനമായ സംഭവങ്ങൾ അരങ്ങേറാറുണ്ട്. തകർച്ചകളും ദുരന്തങ്ങളും സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കെട്ടിയേൽപ്പിക്കുവാൻ പല പശുക്കളെയും നമ്മൾ കണ്ടെത്തും. എന്നാൽ പശുക്കളുടെ അടുത്ത് വിളക്ക് കൊളുത്തി വയ്ക്കുന്ന നമ്മുടെ ജാഗ്രതയില്ലായ്മയാണ് പല ദുരന്തങ്ങളുടെയും യഥാർത്ഥ കാരണമെന്നത് നാം തിരിച്ചറിയാതെ പോകുന്നു. നമ്മുടെ സ്നേഹത്തിൻ്റെ വിളക്ക്, വിശുദ്ധിയുടെ വിളക്ക്, സൽപ്പേരിൻ്റെ വിളക്ക് എന്നിവ തട്ടിമറിച്ചിടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ കൊളുത്തി വച്ചിട്ട് നാം അശ്രദ്ധരായിരിക്കരുത്. പ്രലോഭനീയമായ സാഹചര്യങ്ങളിലെ അമിത വിശ്വാസവും വ്യഗ്രതയും എത്രയോ നല്ല ജീവിതങ്ങൾ തകരുന്നതിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ ആധ്യാത്മികതയെ തട്ടിമറിച്ചിടുന്ന സാഹചര്യങ്ങളാകുന്ന പശുക്കളെ നാം തിരിച്ചറിയണം. ചില കൂട്ടുകെട്ടുകൾ, പ്രവർത്തന മേഖലകൾ, അരുതാത്ത സഞ്ചാരങ്ങൾ, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഇവയൊക്കെ ലാറിയുടെ പശുക്കളായി മാറാം. പിന്നീട് പശുവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യമുള്ളത്? ഇപ്പോൾ തന്നെ നമ്മുടെ വിളക്കുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ പശുവിനെ തന്നെ അവിടെ നിന്നും ഒഴിവാക്കണം. ചിക്കാഗോ അഗ്നിബാധയെ വേറൊരു വിധത്തിലും നമുക്ക് ധ്യാന വിഷയമാക്കാം. പശു തട്ടിമറിച്ച വിളക്കിലെ തീ ആ നിമിഷം വരെയും ഉപകാരപ്രദമായിരുന്നു. എന്നാൽ വിളക്കിലെ തീ വിളക്കിനും പുറത്തേക്ക് പടർന്നു കത്താൻ തുടങ്ങിയപ്പോൾ തികച്ചും ദോഷകരമായി തീർന്നു. ഇതുപോലെ നന്മയാണെങ്കിലും ജ്വലിക്കേണ്ടയിടത്തല്ല ജ്വലിക്കുന്നതെങ്കിൽ അത് തിന്മയായി അനുഭവപ്പെടും. ഭക്തി, സ്നേഹം, വിശ്വാസം, വികാരം തുടങ്ങിയവയൊക്കെ വിവേകത്തിൻ്റെയും ദൈവിക ജ്ഞാനത്തിൻ്റെയും തണ്ടിന്മേലാണ് ജ്വലിക്കേണ്ടത്. വെളിച്ചം നൽകിയ ജ്വാല പൊള്ളിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്ന അഗ്നിയായി മാറിയതുപോലെ നമ്മുടെ വികാരങ്ങളും ഭക്തിയുമെല്ലാം ആപൽക്കരമായി മാറും സ്ഥലം മാറി കത്തിയാൽ. അതിനാൽ നമുക്ക് ഈ നോമ്പുകാലത്ത് കൂടുതൽ ജാഗ്രതയുള്ളവരാവാം. കർത്താവേ, അങ്ങൻ്റെ ജീവിതത്തിൽ കൊളുത്തിയ ദീപം മറ്റുള്ളവർ തട്ടിമറിച്ച് നശിപ്പിക്കുവാൻ ഇടയാകാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള വിവേകവും വിനയവും അതിനുള്ള പരിശ്രമവും തന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.